പണ്ടൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ആദ്യം വാർത്ത വിശ്വസിക്കും. ഇപ്പൊ എന്നെ പോലെ ഒരാൾ ആദ്യം ഒരു വാർത്ത ഡിജിറ്റൽ മീഡിയയിൽ കണ്ടാൽ അത് അവിശ്വസിക്കും ആദ്യം. എന്നിട്ടാണ് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് അത് വിശ്വസിക്കാൻ നമ്മൾ ആരംഭിക്കുന്നത്. കാരണം എത്ര വലിയ കുഴപ്പം ചെയ്ത ഒരാളെ, ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് കഴിയും. സത്യസന്ധനായ ഒരാളെ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ ചെളി വാരിയെറിഞ്ഞ് വഷളാക്കി ലോകത്തെ ഏറ്റവും മോശക്കാരനായ ഒരാളാക്കി മാറ്റാനും ഡിജിറ്റൽ ടിവിക്ക് കഴിയും. ഇന്ന് ലോകത്തെ മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മാധ്യമത്തെയാണ്. ഞാൻ പേരൊന്നും പറയില്ല, ആരും പേരൊന്നും പറഞ്ഞ് ഞാനൊരു വിവാദത്തിലേക്കൊന്നും പോകില്ല. പക്ഷേ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ, മരിയ റേസ എന്ന് പറയുന്ന നോബൽ സമ്മാനിതയായ ഒരു വനിത എഴുതിയ അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം. അതിൽ ഏകാധിപതികളായ ഭരണാധികാരികൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനെയും ഡിജിറ്റൽ ടിവിയെയും എത്ര മനോഹരമായിട്ടാണ് ദുരുപയോഗപ്പെടുത്തുന്നത് എന്നതിന്റെ റിസർച്ചിന്റെ വിശേഷമാണ്. അപ്പം നല്ല രീതിയിലും കൊണ്ടുപോകാം, മോശമായ രീതിയിലും കൊണ്ടുപോകാം. ആറ്റം ബോംബ് കണ്ടുപിടിച്ച പോലെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ കണ്ടുപിടിച്ചതുപോലെ, ന്യൂക്ലിയർ പവർ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, നാശത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. എന്നതുപോലെ ഒരേ സമയത്ത് അപകടകാരിയും ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സംഭവമാണ് ഡിജിറ്റൽ ടി വി. ഇന്നിപ്പോൾ ഇവിടെ അവാർഡ് നൽകുന്ന ഒരാൾ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹം, എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ല അദ്ദേഹം, നല്ല അസൂയാണ്. ഇങ്ങനെ ഒരാൾ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് എങ്ങനെ അദ്ദേഹത്തോട് അസൂയ തോന്നാതിരിക്കും? എല്ലാ ദിവസവും യാത്രയാണ്, ഈ ലോകം മുഴുവൻ ചെയ്യുന്ന യാത്ര. ആ യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ യാത്രയിലെ നിരീക്ഷണങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് എന്റെ വീട്ടിൽ ചെന്നാൽ ഏറ്റവും മിനിമം 2 എപ്പിസോഡെങ്കിലും ഇദ്ദേഹത്തിന്റെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ വീട്ടിലെ ഉള്ളവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ ആരാധകരാണ്. എന്റെ മദറിൻലോ, എന്റെ ഭാര്യയുടെ അമ്മ, അവര് ബോട്സ്വാനയിലെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും, പ്രാഗിലെ വിഷയങ്ങൾ പറയും, സ്വിറ്റ്സർലാൻഡിലെ പ്രശ്നങ്ങൾ പറയും. ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അവർക്ക് ഈ അറിവ് മുഴുവൻ നേടിക്കൊടുക്കുന്നത്. ഈ യാത്ര ചെയ്യുക, എനിക്ക് എല്ലാ കുടുംബങ്ങളോടും ഞാനിപ്പോ പറയാറുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യണമെന്നാണ്. കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യണം. വലുതാവുമ്പോൾ ആ കുട്ടികൾക്ക് ഓർത്തു വയ്ക്കാനുള്ളത് മാതാപിതാക്കളുടെ കൂടെ നടത്തുന്ന ആ യാത്രയായിരിക്കും. അങ്ങനെ മലയാളിയെ കൊതിപ്പിക്കുന്ന, ലോകത്തുള്ള എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു യാത്രക്കാരൻ, അത് മനോഹരമായി ടിവിയിലൂടെയും ഡിജിറ്റൽ മീഡിയയിലൂടെയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ശ്രദ്ധേയമായി. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല, പോസിറ്റീവ് മാത്രമാണ്. നെഗറ്റീവ് സാധനം കൊണ്ട് വേറെ ഒരു പരിപാടിക്ക് അദ്ദേഹം ഇതുവരെ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് സത്യത്തിൽ ഞാൻ ഈ അവാർഡ് കൊടുക്കുമ്പോൾ, ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ഈ അവാർഡ് ഏറ്റവും കൂടുതൽ ധന്യമാകുന്നു എന്ന് ഞാൻ കരുതുന്നു. കൃത്യമായ കൈകളിലേക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ഈ 20ാം വാർഷികത്തിൽ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൽ അതൊരു വലിയ നിയോഗമാണെന്നും ഭാഗ്യമാണെന്നും കരുതിക്കൊണ്ട് എല്ലാ ആശംസകളും അമൃത ടിവിക്ക് നേരുന്നു.